ഹായ് ഫ്രണ്ട്സ്, കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പുതിയ കാര്യങ്ങളുണ്ടായി ജീവിതത്തിൽ. ഓഫീസും ജോലിയും പരിമിതികളും കാരണം കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ വീഡിയോ ഔട്ട്ഡോർ വീഡിയോ ആണ്. കണ്ടാൽ മനസ്സിലാണ്ട് ഔട്ട്ഡോർ വീഡിയോ ആണ്. പുതിയ ക്യാമറ എടുത്തു. കുറേ പേർക്ക് കണ്ടാൽ മനസ്സിലാവും ക്യാമറ. ഫിലിം X100V. പഴയ ക്യാമറ കയ്യിൽ തന്നെയുണ്ട്, ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ ഇതൊരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ്. ഞാൻ മെല്ലെ ഈ സിസ്റ്റത്തിലോട്ട് മാറാനുള്ള പ്ലാനാണ്. അപ്പം പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയിലോട്ട് മാറാനുള്ള കാരണം എന്താണെന്നൊക്കെ ഉള്ളതും ഈ ക്യാമറയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇന്നത്തെ വീഡിയോയിലല്ല, മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇന്നത്തെ ഉദ്ദേശം നിങ്ങൾ കണ്ട ഔട്ട്ഡോറാണ്. അപ്പം എനിക്ക് ഈ ക്യാമറ വാങ്ങിച്ച ശേഷം ഞാൻ കാര്യമായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ക്യാമറയെ കുറച്ച് പടങ്ങളെടുത്ത് പരീക്ഷിക്കണം. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് ഫിലിം സിമുലേഷൻസ് ഒരു വെബ്സൈറ്റിൽ നിന്ന് നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വെബ്സൈറ്റ് ഏതാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കാം, സൈഡിൽ കാണിക്കാം. അപ്പോൾ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ പച്ചപ്പും ഹരിതാപൊക്കെയുള്ള എൻവയോൺമെൻറ്റിൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അപ്പോൾ അതൊന്ന് നോക്കണം എനിക്ക് മെയിനായിട്ട്. അപ്പം അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എൻ്റെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഏറ്റവും അടുത്തുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ എന്നെ കണ്ടാൽ മനസ്സിലായി, ഞാൻ കാരണം പറയുന്നില്ല, നമുക്ക് നോക്കാം. എനിക്കെന്തായാലും ഭയങ്കര ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. നടന്നു വരാം, അല്ലെങ്കിൽ ഒന്ന് ഒരു ചെറിയ ബൈക്ക് റൈഡ് അല്ലെങ്കിൽ സൈക്കിൾ റൈഡിൽ വരാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം.